ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ 2 മത്സരങ്ങളിലെ ഇടവേളയ്ക്ക് ശേഷം നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയ ഒരു മത്സരമായിരുന്നു ഇത്. ആ മത്സരത്തിൽ തന്നെ വിജയിക്കാൻ സാന്റോസിന് കഴിഞ്ഞിട്ടുണ്ട്. അത്ലറ്റിക്കോ എംജിയെ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സാന്റോസ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിന്റെ 63-ാമത്തെ മിനിറ്റിൽ മോയിസസ് നേടിയ ഗോളാണ് ഇപ്പോൾ സാന്റോസിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. മത്സരത്തിൽ നെയ്മർ ജൂനിയർ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, മികച്ച പ്രകടനം നെയ്മർ പുറത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ കണക്കുകൾ സോഫാസ്കോർ ബ്രസീൽ ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. 2 കീ പാസുകൾ നെയ്മർ ജൂനിയർ നൽകിയിട്ടുണ്ട്. 5 ലോങ് പാസുകളിൽ 5 പാസുകളും അക്യുറേറ്റ് ആയിരുന്നു. ഇനി 78 ആക്ഷനുകൾ ബോൾ കൊണ്ട് നെയ്മറുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. 5 ഷോട്ടുകളാണ് നെയ്മർ ഈ മത്സരത്തിൽ ഉതിർത്തത്. 14 ഡുവലുകളിൽ 7 ഡുവലുകളിൽ വിജയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 5 ഫൗളുകൾ നെയ്മർക്ക് നേരിടേണ്ടി വന്നു. സോഫാ സ്കോറിന്റെ ഒരു റേറ്റിംഗ് വരുന്നത് 7.1 ആണ്. അങ്ങനെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ നെയ്മർ ജൂനിയർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നല്ല രൂപത്തിൽ അദ്ദേഹം ഇപ്പോൾ കളിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫിറ്റ്നസ് ഒക്കെ അദ്ദേഹം വീണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇത്. മികച്ച രൂപത്തിലാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. ഏതായാലും വിജയ വഴിയിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞു എന്നുള്ളത് സാന്റോസിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യമാണ്. നിലവിൽ 15-ാം സ്ഥാനത്താണ് സാന്റോസ് ഉള്ളത്. 10 മത്സരങ്ങളിൽ നിന്ന് 10 പോയിന്റുകളാണ് അവർക്കിപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ സാന്റോസിന്റെ എതിരാളികളായിക്കൊണ്ട് വരുന്നത് പരാഗ്യൻ ക്ലബ്ബായ റിക്കൊലേറ്റയാണ്. ആ മത്സരത്തിലും നെയ്മർ ജൂനിയർ ഇറങ്ങും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.